ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രൊമോ എനിക്ക് ഇടാൻ പറ്റിയില്ല. അതിന് പകരമായിട്ട് നാളത്തേക്കുള്ള ഡീറ്റെയിൽ പ്രൊമോ ഞാൻ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രയും ബാബയും കൂടിയിട്ട് വീട്ടിലൊരു പ്രൈവസി ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാണ്. ഇവരുടെ ഉദ്ദേശം എന്നത് സച്ചിയും രേവതിയും എങ്ങനെ പുറത്താക്കാം എന്നുള്ളൊരു ഗൂഢാലോചന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് വീട്ടിൽ വെച്ചൊരു ശ്രമം നടത്തിയതാണ്. എന്നാൽ വർഷയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് വർഷ വേഗം തന്നെ ഡോറ് പൂട്ടുകയാണ്. ചന്ദ്ര വരുന്നത് കാണുന്നില്ല. സുധിയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്തും ഇത് തന്നെ സംഭവിക്കാനല്ലേ. സുധി വഴക്ക് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആരും കേൾക്കാതിരിക്കാനായിട്ട് സുധി വേഗം ഡോറ് പൂട്ടിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്ര പുറത്തുണ്ടാവും. അതിനുശേഷം സച്ചിയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇവിടെ സച്ചി റൂമിൽ കടന്നിറങ്ങുന്നുണ്ട് തന്നെ. സച്ചി പറയും, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി സംസാരിച്ചു, ഞാൻ എന്തായാലും ശല്യാവില്ല, ഞാൻ ഇവിടെ തന്നെ കടന്നിറങ്ങും എന്ന് പറയുകയും അവിടെ ഒന്നും രക്ഷയില്ല. ടെറസിൻ്റെ മുകളിലേക്ക് ചെല്ലുമ്പോഴോ നമ്മുടെ രേവതി ചായ ആയിട്ട് വരികയും ചെയ്യില്ല. അപ്പം അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രൈവസി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ പുറത്തിറങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാണ്. അതിന് വേണ്ടിയിട്ട് ബാമ തിരഞ്ഞെടുക്കുന്ന റെസ്റ്റോറൻറ്റ് നമ്മുടെ സുധി ജോലി ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണ്. ഈ ഒരു സമയത്ത് ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ സുധി. അമ്മ വരുന്ന കാണുമ്പോഴത്തേക്ക് അയ്യോ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് സുധി വേഗം വാഷ്റൂമിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ബാമയോടായിട്ട് ചന്ദ്ര ചോദിക്കുന്നത്, എന്താ ബാമ നീ എന്തെങ്കിലും ഒന്ന് പറ, എന്താ ഒരു തീരുമാനം നീ പറയാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നീ വെയിറ്റ് ചെയ്യുക, അത് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും നീ ആദ്യം തീരുമാനം പറ, ഭക്ഷണമൊക്കെ പിന്നെ എന്ന് നമ്മുടെ ചന്ദ്ര പറയും. ഈ ഒരു സമയത്ത് ബാമ പറയുകയാണ്, അങ്ങനെയല്ല, ഭക്ഷണം കഴിച്ചിട്ട് എന്ത് കാര്യം തീരുമാനിക്കുള്ളൂ, ഭക്ഷണം ആദ്യം പിന്നീട് നമുക്ക് സംസാരം, നിനക്ക് വേണ്ടത് നീ ഓർഡർ ചെയ്തോ, ഞാൻ കൈ വാഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബാമ വാഷിംഗ് റൂമിലേക്ക് അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അയ്യോ ബാമാൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ടോയ്ലറ്റിൻ്റെ ആ ഒരു സൈഡിലേക്കായിട്ട് മറിഞ്ഞു നിൽക്കുകയാണ് സുധി. ബാമ കൈ വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും ചന്ദ്രയുടെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വെയിറ്റർ ആരെയും കാണാത്തതുകൊണ്ട് തന്നെ കടയുടെ ഓണർ സുധി എന്ന് വിളിക്കുകയാണ്. കാരണം പുതിയ വെയിറ്ററായിട്ട് വന്നിരിക്കുന്ന സുധിയാണല്ലോ. അതുമാത്രമല്ല ബാക്കി എല്ലാ ജോലിക്കാരും അവിടെയുണ്ട്, സുധീനെ കാണുന്നില്ല. അപ്പോൾ സുധി എവിടെയായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് തന്നെ സുധി എന്ന് വിളിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര വേഗം തന്നെ സൂക്ഷിച്ച് നോക്കാണ്ട്. ഈ സമയത്ത് ബാമ ചോദിക്കുന്നത് എന്താ ചന്ദ്ര എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല ഇവിടുത്തെ വെയിറ്റർമാർക്ക് എൻ്റെ മോൻ്റെ പേരിട്ടിരിക്കുന്നത്. ഈ സമയത്ത് ബാമ പറയുന്നുണ്ട്, അതെന്താ നിന്റെ മോന് മാത്രമാണ് സുധി എന്നുള്ള പേരിടാവുള്ളൂ, പാവപ്പെട്ടവർക്കൊന്നും ഇടണ്ടേ എന്നൊക്കെ ബാമ ചോദിക്കുന്നത്. ഈ ഒരു സമയം തന്നെ വേറെ സ്റ്റാഫ് വാഷിംഗ് റൂമിലേക്ക് വരുന്നുണ്ട്. അവരോടായിട്ട് സുധി പറയുന്നുണ്ട്, അവരുടെ അടുത്തുനിന്ന് ഓർഡർ പിടിക്കാവോ, അതിന് പകരമായിട്ട് നിങ്ങളുടെ ഒരു ഓർഡർ ഞാൻ കൂടുതൽ എടുത്തോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അദ്ദേഹം സമ്മതിക്കുകയാണ്. അങ്ങനെ ചന്ദ്രയുടെയും ബാമയുടെയും ഒക്കെ എടുത്തിന്ന് ഓർഡറൊക്കെ മേടിച്ചതിന് ശേഷം അവർ പറഞ്ഞ ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. സമയം തന്നെ കടയുടെ ഓണർ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം നീ എന്താ എവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല സാർ ഞാൻ കൈയൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറയാൻ കേട്ടോ. വേഗത്തിന് അദ്ദേഹം പറയുകയാണെങ്കിൽ അവിടെ 2-3 പേര് വന്നിരിക്കുന്നുണ്ട്, അവർക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാനായിട്ട് പറയുകയാണ്. പെട്ടെന്ന് തന്നെ സുധി തൻ്റെ കയ്യിലൊരു മാസ്ക് എടുത്ത് മുഖം മറച്ചതിന് ശേഷം ബാമയും ചന്ദ്രയും ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഫാമിലി അവരുടെ അടുത്ത് എന്താ ഫുഡ് വേണമെന്ന് ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ ബാമ ഇങ്ങനെ മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെൻ്റെ സുധിമോന് ഭയങ്കര ഇഷ്ടമാണല്ലോ, അവനോടൊന്ന് ചോദിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുധീനെ ഫോൺ വിളിക്കുകയാണ്. ഈ ഒരു സമയം തന്നെ സുധിയുടെ ഫോൺ റിങ് ചെയ്യാനായിട്ട് സുധി വേഗം തന്നെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ഫോൺ സൈലൻ്റ് ആക്കിയതിന് ശേഷം വാഷിംഗ് റൂമിൻ്റെ അവിടെ ചെന്നതിന് ശേഷം ഫോൺ എടുക്കുകയാണ്. മോൻ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഡ്യൂട്ടി സ്ഥലത്താണ് അമ്മയെന്ന് നമ്മുടെ സുധി മറുപടി പറയുന്നുണ്ട്. അമ്മ ഒരു റെസ്റ്റോറൻറ്റിലാണുള്ളത്, ഇവിടുത്തെ മസാല ദോശയും കറി നല്ല ടേസ്റ്റാണ്, മോന് വേണ്ടി മേടിക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേണ്ട അമ്മേ ഞാൻ ഇതൊക്കെ എപ്പോഴും കഴിക്കുന്നതല്ലേ നമ്മുടെ സുധി മറുപടി പറയുമ്പോഴത്തേക്കും എപ്പോഴും കഴിക്കുന്നതാണോ, നീ ഇങ്ങനെ ഓഫീസിലല്ലേ എന്ന് ചോദിക്കാനായിട്ട് വേഗം തന്നെ സുധി പറയുന്നുണ്ട്, അല്ല അമ്മ ഇവിടുത്തെ സാറ് എനിക്ക് എപ്പോഴും ഫുൾ ടൈം സാധനമാണ് തന്നിരിക്കുന്നത്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോയി ഭക്ഷണം കഴിക്കും, അതും എനിക്ക് ഇഷ്ടപ്പെട്ടത് വിവിധ തരം ഭക്ഷണങ്ങൾ, അതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചതമ്മ എനിക്ക് വേണ്ട എന്ന് സുധി മറുപടി പറയാൻ കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ സുധി ബാമയുടെയും ചന്ദ്രയുടെയും മുന്നിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന്റെ പ്രൊമോയാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.